ഒരു കാരണവുമില്ലാതെ ഇന്നലകളിൽ നിന്റെ നേരെ വഴക്ക് കൂട്ടിയ ചിലതിനെ സ്വർഗത്തിലത് അകറ്റി നിർത്തിയിട്ട് ഒരു രഹബോത്തിൻ്റെ നന്മ തന്ന് നിന്നെ മാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നീ ഐസക് ജനറേഷനാണ്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വളരെ പവർഫുൾ ആയിട്ടുള്ള സന്ദേശം വീണ്ടും നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം മുതൽ. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക്ക് എന്ന പേര് വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട് അവൻ അതിന് സിത്ന എന്ന് പേർ വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്കിടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. ഒന്ന് പറഞ്ഞേ, രഹോബോത്ത്. ദൈവമിടമുണ്ടാക്കി നാം വർദ്ധിക്കും. ദൈവമിടമുണ്ടാക്കി നാം വർദ്ധിക്കും. യഥാർത്ഥത്തിൽ ആ കിണർ നിങ്ങൾ നോക്കിയേ, ഇസഹാക്കിൻ്റെ പിതാവാകുന്ന അബ്രഹാം കുഴിച്ച കിണറാ. അബ്രഹാമിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാതിരുന്ന നിമിത്തം എന്തോ സംഭവിച്ചു? മണ്ണിട്ട് മൂടി. നിന്റെ ഉറവയെ മണ്ണിട്ട് മൂടുക എന്നുള്ള പിശാചിന്റെ പ്ലാൻ കേട്ടോ. പക്ഷെ നീ ഐസക് ജനറേഷൻ ആയതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാ. എൻ്റെ പിതാവിൻ്റെ മണ്ണിട്ട് മൂടിയ ഉറവകളെ വീണ്ടും ഞാൻ കുഴിച്ചെടുക്കും. കിണർ കുഴിച്ചു വെള്ളം കണ്ടപ്പോൾ പഴയ പരിപാടിയായിട്ട് വന്നു, ശണ്ടയിട്ട് വഴക്കുണ്ടാക്കി. അവൻ പറഞ്ഞു, ഏശക്ക് എടുത്തോ, അടുത്തടുത്തോട്ട് പോവാ. കാരണം പലയിടത്താ മണ്ണിട്ട് മൂടിയത്. എല്ലാം നിനക്ക് നന്മയായി മാറും കേട്ടോ. എല്ലാം നിനക്ക് വിടുതലായിത്തീരും. അടുത്തടുത്ത് വന്നു, അവിടെയും കുഴിച്ചു, പ്രയാസപ്പെട്ട് കുഴിച്ചു, വെള്ളം കണ്ടു, വീണ്ടും വരുക തനി സ്വഭാവം കാണിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, എടുത്തോ എടുത്തോ. കൊടുത്തു കേട്ടോ. ഇതൊക്കെ ദൈവം വാച്ച് ചെയ്യുവാൻ. പ്രിയ ദൈവം, ഇതിലേ നീ ദൈവനാമത്തെ സഹിച്ചുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്, നിന്റെ കൈ ശൂന്യമാകത്തില്ല, നിന്റെ കൈ നന്മ കുറയത്തില്ല. നീ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് വാർദ്ധിച്ച് വാർദ്ധിച്ച് വലിയവനായിട്ട് മാറും. നോക്കിയേ, ആമേൻ. അവിടെ നിന്നും പോവാ ഇസഹാക്ക്. കാരണം അബ്രഹാമിൻ്റെ ക്വാളിറ്റി അവൻ്റെ മേലുള്ളത്. ലോത്തിൻ്റെ ഇടയന്മാർ വഴക്കുണ്ടാക്കി അബ്രഹാം പറയും, നീ ഇടത്തോട്ടാന്ന്, ഞാൻ വലത്തോട്ടാ. അവിടെ ശണ്ടയിടാനൊന്നും അബ്രഹാം പോയില്ല. പിന്നെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേൽ വന്ന് അതേ ഇമ്പാർട്ടേഷൻ, അതേ പകർച്ച ഇസഹാക്കിലേക്കും വരിക. വഴക്കുണ്ടാക്കിയോ, നിങ്ങളെടുത്തോ, വേണോ എടുത്തോ. അടുത്തടുത്ത് വന്നു സിത്ന, വെള്ളം കണ്ടു, എടുത്തോ. അടുത്തൊരിടത്തോട്ട് ഞങ്ങൾ പോവുക. ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ ദൈവം ഏറ്റെടുക്കാൻ പോവാ. ആമേൻ. അവിടെ ശണ്ടയിട്ടില്ല, അവിടെ ശണ്ടയിടാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അതിൻ്റെ പ്രൊട്ടക്ഷൻ ദൈവം ഏറ്റെടുത്തു. ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിന്റെ ലൈഫിനകത്തെ ചില പ്രൊട്ടക്ഷൻ ദൈവം ഏറ്റെടുക്കാൻ പോവാ. നിന്റെ ജീവിതത്തിൻ്റെ ചില നിയന്ത്രണം, ചില മേഖലകളിലെ കൺട്രോൾ കഴിഞ്ഞ ദിവസം വരെ ആർക്കും നിന്റെ മേത്തിട്ട് മേക്കേറാമെന്നായിരുന്നോ? നോ, ഇനി അനുവദിക്കത്തില്ല. ഇനി അതങ്ങനെ ആകത്തില്ല. ഇനി അതങ്ങനെ സമ്മതിക്കത്തില്ല. സ്വർഗം നിന്റെ വിഷയം ഏറ്റെടുക്കാൻ പോവാ. സ്വർഗം നിന്റെ വിഷയം ഏറ്റെടുക്കാൻ പോവാ. യെസ്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. മോർണിംഗ് മന്ന സന്ദേശത്തിലൂടെ അങ്ങ് അറിയിച്ച ആഴമേറിയ കരുത്തുള്ള ഗൗരവമേറിയ ദൈവ സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഒരു രഹബോത്ത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൈഫിൽ ഇന്നുവരെ കാണാത്ത വലിയ ബ്രേക്ക് ത്രൂടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. മഹത്വം, ബഹുമാനം, പുകഴ്ചയും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23.
ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.